എന്ത് പ്രൊഡക്റ്റും മാർക്കറ്റിൽ വിറ്റ് പോകുന്നതിന് അതിന് അട്രാക്റ്റീവായ പാക്കേജിങ് വേണം. പാക്കേജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാക്കേജിങ്ങിന്റെ ഭംഗി കൊണ്ടാണ് നമ്മളെല്ലാം ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം പ്രൊഡക്റ്റുകൾ വാങ്ങിയത്. അത് പലതരത്തിലുണ്ട്. പേപ്പർ കാർട്ടനായിട്ട്, പേപ്പർ കോമ്പോസിറ്റ് കണ്ടെയ്നർ, അങ്ങനെ ബോട്ടിൽ, ജാറ്, അങ്ങനെ പലതരത്തിലുള്ള പാക്കേജിങ്. ഇന്ന് ഞങ്ങൾ പറയുന്നത് പേപ്പർ ബോക്സിനെ കുറിച്ചാണ്. ഇത് കണ്ട ഈ തരത്തിലുള്ള ഷേപ്പിലുള്ള ബോക്സിലെല്ലാം നിങ്ങളുടെ പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. നമുക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാൻ പറ്റാവുന്ന ഒരു ബിസിനസ് കൂടിയാണ് ഈ ഫുഡ് പാക്കേജിങ് ഇതുപോലെ ഇതിൽ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ എന്ത് ഫുഡ് പ്രോഡക്ട്സ് ആണെങ്കിലും നമുക്കിപ്പോൾ ഇതുപോലെ ഒരു ഇതിൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു ടോട്ടൽ 5000 ഉണ്ടെങ്കിൽ നമുക്ക് 5 ഡിസൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല പണ്ടത്തെ പോലെ വലിയ ക്വാണ്ടിറ്റി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുകിടക്കാർക്കും ഇന്ന് ചെയ്യാൻ പറ്റാവുന്ന അവസരങ്ങളാണുണ്ട്. നമുക്ക് മുമ്പ് നമുക്കിത് ഓരോന്നിനും വലിയ മിനിമം ക്വാണ്ടിറ്റി, അതിന്റെ ബ്ലോക്ക് കോസ്റ്റ്, ഡൈ കോസ്റ്റ് ഒക്കെ വരും. ഇന്നിപ്പോൾ നമുക്ക് അതൊക്കെ കുറെ സിംപ്ലിഫൈഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ഇത് ചെയ്യുന്നതിന് മൊത്തം 5000 പീസ് ഉണ്ടെങ്കിൽ നമുക്ക് 5 ഡിസൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആകെ ഒരു ഡൈ കോസ്റ്റ് മാത്രമാണ് വരുന്നത്. അത് ഇത് മാത്രമല്ല, ഇതുപോലുള്ള പല കണ്ടെയ്നർ, ഇപ്പോൾ ഈ കണ്ടെയ്നർ, ഈ പേപ്പർ ബോക്സ്, ഇതിന്റെ അകത്ത് അലൂമിനിയം കോട്ട് ചെയ്തിട്ടുണ്ട്. ലഡു, ജിലേബി പോലുള്ള ഐറ്റംസ് എല്ലാം നേരിട്ട് പാക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് കണ്ടത് സാമ്പാർ പൗഡർ. ഇപ്പൊ ഇത് നമുക്കൊരു 5000 ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഈവൻ 1000 പീസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ റേറ്റ് കുറച്ച് കൂടുമെന്നുള്ളത്. അപ്പൊ 1000 പീസ് ആണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെറുകിടക്കാർക്കും ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു സപ്പോസ് 5 പ്രൊഡക്റ്റ് ഉള്ള ഒരാൾക്ക് നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് 1000 പീസായിട്ട് നമുക്ക് ഇതേപോലെയുള്ള പൗച്ചില്, ഇതേപോലെയുള്ള കാർട്ടണിലൊക്കെ പ്രിന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ പാക്കിംഗ് രംഗം ഇന്ന് വളരെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പാക്കിംഗ് സംവിധാനങ്ങളും പാക്കിംഗ് മെറ്റീരിയലുകളെല്ലാം ഇന്ന് അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ A to Z പാക്കേജിംഗ് ചേരാനുള്ള ഒരു ഓഫീസുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.